എബ്രായ ലേഖനം 3:6. ക്രിസ്തുവോ അവന്റെ ഭവനത്തിന്റെ അധികാരിയായ പുത്രനായിട്ട് തന്നെ. പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനമാകുന്നു. നാമാണ് അവന്റെ ഭവനം. എപ്പോഴാ നമുക്കൊരു പ്രത്യാശ വേണം. ബിയോണ്ട് ഹോപ്പ്, ഇറ്റ്സ് ഇന്നെവിറ്റബിൾ. ഇത് സാധിച്ചേ പറ്റൂ. ആ ഹോപ്പ് തന്നെയല്ല, അതിലൊരു പ്രശംസയുണ്ട് എനിക്ക്. കാരണം എൻ്റെ ഭവനം പണിയുന്നവൻ യേശുവാണ്. അതിന് ഉപയോഗിക്കുന്ന കല്ലുകൾ, അടിസ്ഥാന കല്ല് യേശുവാണ്, മൂലക്കല്ല് യേശുവാണ്, ജീവനുള്ള കല്ല് യേശുവാണ്, ശോധന ചെയ്ത കല്ല് യേശുവാണ്. ഇവനാണ് പണിയുന്നതെങ്കിൽ ഈ ഭവനത്തിന് എന്തൊരു വിലയാണ്. അത് നിലനിൽക്കുന്ന ഭവനമാണ്. ഇത് കഴിഞ്ഞിട്ടാണ് യേശു പറയുന്നത്, നീ അവസാനത്തോടെ മുറുകെ പിടിച്ചു കൊള്ളുക, ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ്? നീ എൻ്റെ ഭവനമായി മാറി. അപ്പൊ എൻ്റെ ഫ്രണ്ട് റൂം തന്നെയല്ല, പുറകിലുള്ള റൂമ്, ബെഡ്റൂമ്, ചുറ്റുപാടും, വീട്, പരിസരം എല്ലാം യേശുവിൻ്റെതായി മാറി. അവൻ വീട് പണിയുന്നവനാണ്, പൂർത്തീകരിക്കുന്നവനാണ്. ആശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഭവനം പണിതു തരുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ തന്നെയാണ് യേശുവിൻ്റെ ഭവനം. ദൈവം നമ്മളെ അനുഗ്രഹിക്കും.